ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ എന്ത് ആശങ്കയുള്ളത്? എത്ര മണിക്കൂർ ബംഗ്ലാദേശ് ഇന്ത്യയോട് പിടിച്ചു നിൽക്കും? ഒരാശങ്കയ്ക്കും കാര്യമില്ല. ആശങ്ക ആർക്കെങ്കിലും ഉണ്ടാവണമെങ്കിൽ ബംഗ്ലാദേശികൾക്കാണ്. ഈ പാണ്ടിലോറി വരുമ്പോൾ തവള മസിൽ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതൊന്ന്. പിന്നെ നമ്മുടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 4096 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ 865 കിലോമീറ്റർ ഒഴികെ മുഴുവൻ ഫെൻസിംഗ് ഉണ്ട്. ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വേലി കെട്ടിയിട്ടുണ്ട്. 865 കിലോമീറ്റർ എന്ന് പറഞ്ഞത് വളരെ ചെങ്കുത്തായ കയറ്റങ്ങളും ഇറക്കങ്ങളും വേലി കെട്ടാനുള്ള മനുഷ്യയത്നം ഉണ്ടല്ലോ, അസാധ്യമെന്ന് കണ്ട് ഉപേക്ഷിച്ചിട്ട സ്ഥലങ്ങളുമായിരുന്നു. ഇപ്പോൾ അവിടെ പോലും നമ്മൾ വേലി കെട്ടുന്ന ഏറ്റവും അസാധ്യമെന്ന് തോന്നുന്ന കിഴ്ക്കാന്തൂക്കായ താഴ്വരകളും ഗർത്തങ്ങളുമുള്ള ആ പ്രദേശങ്ങളിൽ നമ്മൾ ഇന്ത്യ ഫെൻസിങ് ആരംഭിച്ചിട്ടുണ്ട്. അതിനെതിരെ ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. നമ്മുടെ ഹൈ കമ്മീഷണറെ വിളിച്ചു വരുത്തി അവർ പ്രതിഷേധം അറിയിച്ചു. എങ്കിൽ പോലും നമ്മളൊന്ന് നിർത്തിവെച്ചിട്ട് നമ്മൾ വീണ്ടും അത് പുനരാരംഭിക്കാൻ പോവാണ്. അപ്പോൾ ഈ യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം കുറേ കാലമായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ കുറേ പേരെ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ധന്യ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ ഒരു ആഗ്രഹമാണ് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്കൊരു യുദ്ധം ഉണ്ടാവണം എന്നുള്ളത്. കാരണം അവിടെ അവർ കാണിക്കുന്ന അത്ര ഭീകരമായ മനുഷ്യമേധ എന്ന് പറയുന്ന, നരവേട്ട എന്ന് പറയുന്ന തരത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, ക്രിസ്ത്യൻ പള്ളികൾ നശിപ്പിക്കുന്നു, അമ്പലങ്ങൾ കത്തിക്കുന്നു. അങ്ങനെ പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മതപീഡനം എന്ന് പറഞ്ഞാൽ എന്താണോ അതിപ്പോൾ ലിറ്ററലി ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.